ഭാരവാഹി പട്ടിക പ്രഖ്യാപനത്തിനു പിന്നാലെ BJP-യിൽ പൊട്ടിത്തെറി. കടുത്ത അതൃപ്തിയിലാണ് മുരളീധരപക്ഷം. അതൃപ്തി ദേശീയ നേതൃത്വത്തെ അറിയിക്കും. C. കൃഷ്ണകുമാറിനെയും P. സുധീറിനെയും കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണമെന്നാണ് ആവശ്യം. N. രാധാകൃഷ്ണനെ ഒഴിവാക്കിയതിൽ PK കൃഷ്ണദാസിനും അതൃപ്തിയുണ്ട്. ഒഴിവാക്കപ്പെട്ട ഉപാധ്യക്ഷന്മാരെ ദേശീയ സമിതിയിൽ ഉൾപ്പെടുത്തണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. അതേസമയം പുതിയ ടീമുമായി തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് നേതൃത്വം. ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുക്കുന്ന നേതൃതല സംഗമം ഇന്ന് പുത്തരിക്കണ്ടത്ത് നടക്കുന്നുണ്ട്. പുതിയ ആസ്ഥാന മന്ദിരവും ഉദ്ഘാടനം ചെയ്യും. VS രഞ്ജിത്തും റോഷിപാലും നമുക്കൊപ്പം ചേരുന്നുണ്ട്. VS രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. റോഷി, വെരി ഗുഡ് മോർണിംഗ്. റോഷി, നമ്മുടെ മാരാർ ഭവൻ എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. അമിത്ഷാ അല്പസമയത്തിനുള്ളിൽ അവിടെ എത്തും. 11 മണിയോടുകൂടിയാണ് ഉദ്ഘാടനം. പഞ്ചനക്ഷത്ര സൗകര്യങ്ങൾ ഉണ്ടെന്നൊക്കെയാണ് നാട്ടിൽ കേൾക്കുന്നത്. നമ്മളൊക്കെ കണ്ടു. സംഭവം ഗംഭീരമായിട്ടുണ്ട്, ജോറായിട്ടുണ്ട്. കെട്ടിടം ജോറാണ്. കെട്ടിടത്തിലുള്ളവർ ജോറാണോ എന്നുള്ളതാണ് ചോദ്യം, അല്ലേ റോഷി? സംസ്ഥാനത്തെ BJP പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആത്മാഭിമാനമാണ് ഈ കെട്ടിടം. കാരണം ഒരുപക്ഷെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ പാർട്ടി ആസ്ഥാനമായി BJP-യുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നമുക്ക് കാണേണ്ടി വരും. അത്രയും മനോഹരമായ ദൃശ്യങ്ങൾ ഇന്നലെ നമ്മൾ പുറത്തുവിട്ടതാണ്. ഈ KG മാരാർ ഭവൻ നേരത്തെ തന്നെ BJP സംസ്ഥാന അധ്യക്ഷനായി K. സുരേന്ദ്രനുള്ള സമയത്ത് പണിപൂർത്തിയതാണ്. പക്ഷേ ഔദ്യോഗിക ഉദ്ഘാടനമാണ് ഇന്ന് 11 മണിക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ നിർവഹിക്കുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ അലങ്കാര പണികളൊക്കെയാണ് നടക്കുന്നത്. BJP-യുടെ നേതാക്കളൊക്കെ അല്പസമയത്തിനകം എത്തിച്ചേരും. ഇത് ഇന്ന് ഈ പരിപാടിക്ക് ശേഷം തൊട്ടു പിന്നാലെ തന്നെ 11:30 ഏറ്റവും പ്രധാനമായ രാഷ്ട്രീയ നീക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് BJP സംസ്ഥാനത്ത് തുടക്കമിടുന്നത്. ഒരുപക്ഷേ സംസ്ഥാന രാഷ്ട്രീയ പാർട്ടികളിൽ ആദ്യം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിടുന്നത് BJP ആണെന്ന പ്രത്യേകതയുണ്ട്. ആഭ്യന്തര മന്ത്രി അമിത്ഷാ അത് ഉദ്ഘാടനം ചെയ്യും. 25,000 പ്രതിനിധികൾ ഏതാണ്ട് 5,000 വാർഡുകളിൽ നിന്നായി എത്തും. അത് ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ ഭാരവാഹികളാണ് എത്തുക. 1.5 ലക്ഷത്തോളം പേർ വെർച്വലായി ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് BJP സംസ്ഥാന നേതൃത്വം പറയുന്നത്. അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ഇതോടെ തുടക്കമാകും. പിന്നീട് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റമുണ്ടാക്കിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം കൊയ്യാൻ കഴിയും എന്ന കണക്കുകൂട്ടൽ തന്നെയാണ് BJP സംസ്ഥാന നേതൃത്വം. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ വലിയ പ്രാധാന്യം നൽകുന്നത്. അമിത്ഷായുടെ വരവ് തന്നെ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നു എന്നതിന്റെ തെളിവായി നമ്മൾ കാണണം. പക്ഷേ ഇന്നലെ ഭാരവാഹി പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ അസ്വാരസ്യങ്ങളുണ്ട്. അതെല്ലാം